ഹായ് എവ്രിവൺ. ഇന്ന് റിലീസ് ചെയ്ത ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന മൂവി കണ്ടു. അതിൽ എൻ്റെ ഒരു ഹോണസ്റ്റ് ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്യാം. സോ മലയാളത്തിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡയറക്ടർ ആയിട്ടുള്ള ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മൂവിയാണ്. മെയിൻ ആക്ടേഴ്സ് ആയിട്ട് ബിജു മേനോൻ, ജോജു ജോർജ്, ലെന ഒക്കെയാണ് വരുന്നത്. ഒരു മിസ്റ്ററി, സസ്പെൻസ്, ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലർ ജേണറിൽ പോകുന്ന ഒരു മൂവിയാണ്. ചെറുതായിട്ട് എവിടെയോ മെമ്മറീസിൻ്റെ ഒക്കെ ഒരു ചെറിയ ഇത് ഫീൽ ചെയ്തു. കാരണം ആ ഒരു അന്വേഷണത്തിൻ്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ. മിറാജ് മൂവിയാണ് ലാസ്റ്റ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മൂവി. അതിൽ ഐ വാസ് റിയലി ഡിസപ്പോയിന്റഡ്. ആ പടം തിയേറ്ററിൽ ഇന്റർവെല് കഴിഞ്ഞപ്പോൾ ഞാൻ ആ മൂവിന്ന് ഇറങ്ങി പോകുന്നിരുന്നു. കാരണം എനിക്ക് അതുപോലെ അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു പടമായിട്ട് ഫീൽ ചെയ്തിട്ട് ഞാൻ ഇന്റർവെല്ലിൽ തന്നെ ഇറങ്ങി പോകുന്നിരുന്നു. പക്ഷേ ഈ മൂവി ഐ റിയലി ലൈക്ക് ദ മൂവി. ഈ മൂവിയുടെ സ്റ്റോറി, എക്സിക്യൂഷൻ എല്ലാം തന്നെ അടിപൊളിയായിരുന്നു. നല്ല ഒരു സ്റ്റോറിയെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് ഒരു അടിപൊളി മൂവിയാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജേണറിനോട് നല്ല നീതി പുലർത്തുന്ന, അതുപോലെ സസ്പെൻസ് തരുന്ന, നമ്മൾ ജിത്തു ജോസഫ് മൂവീസ് എടുക്കുമ്പോൾ തന്നെ അതിൽ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ മൂവീസ് ഉണ്ടാവും. ഇപ്പം മെമ്മറീസ് ആകട്ടെ, ദൃശ്യം ആകട്ടെ, അങ്ങനെ കുറച്ച് മൂവീസ് ഉണ്ടാവും. ഇപ്പം ലാസ്റ്റ് ആസിഫ് അലിയുടെ ചെയ്ത കൂമൻ മൂവി ആകട്ടെ, എല്ലാം തന്നെ ആ ഒരു ലെവലിൽ പോകുന്ന മൂവീസാണ്. അപ്പം അതിൻ്റെയൊക്കെ ആ ഒരു ഫീല് തരുന്ന ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് ഇത്. ജിത്തു ജോസഫിന്റെ ഫിലിംസിനകത്ത് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ട്വിസ്റ്റ് ആണ്, സസ്പെൻസ് ആണ്. എനിക്ക് തോന്നുന്ന എല്ലാ രീതിയിലുള്ള ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവിയാണ് ഈ എടുത്തു വെച്ചേക്കുന്നത്. നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോറി, നല്ല അടിപൊളിയായിട്ടുള്ള എക്സിക്യൂഷൻ, അതുപോലെ തന്നെ ആക്ടിങ് ബിജു മേനോനും ജോജു ജോർജും. എനിക്ക് മലയാളത്തിൽ തന്നെ ക്യാരക്ടർ റോളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ടാൾക്കാരാണ് ബിജു മേനോനും അതുപോലെ തന്നെ ജോജു ജോർജും. രണ്ടുപേരുടെ ആക്ടിങ് ആക്ച്വലി എനിക്ക് ചില സമയങ്ങളിൽ രണ്ടുപേരും ഒരേ റോളിൽ ഇപ്പം അവർ രണ്ടുപേരിൽ ആര് ചെയ്ത റോളാണെങ്കിലും മറ്റൊരാൾ ആ റോള് ചെയ്താലും കറക്റ്റായിട്ട് വർക്കാവും. ആ ലെവലിലുള്ള ഒരു ആക്ടിങ് ഒരു ടൈപ്പുള്ള ആൾക്കാരാണ് അവർ. അപ്പം അങ്ങനെയുള്ള ആ രണ്ടുപേരും ഒരുമിച്ച് വന്ന ഒരു സിനിമ. ഐ വാസ് റിയലി എക്സൈറ്റഡ് ഫോർ ദിസ് മൂവി. ആ മിറാജിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാൻ വലിയ എക്സ്പെക്ടേഷൻ വേണ്ട എന്നുള്ള രീതിയിലാണ് പടം കാണാൻ പോയത്. ബട്ട് ആസ് എ ജിത്തു ജോസഫ് ഫാൻ ഐ എം റിയലി സാറ്റിസ്ഫൈഡ്. നല്ലൊരു മൂവിയായിരുന്നു. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഇത് കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കാണാത്തവരെല്ലാം തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള നല്ല മൂവീസ് നമ്മൾ വിജയിപ്പിക്കണം. സോ ഇതുപോലെയുള്ള മൂവി റിലേറ്റഡ് കണ്ടന്റ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, and show some love in the form of likes and comments. Thank you.